ഭാരതത്തിലെ പൗരനാണെന്നുള്ളതിൽ നമ്മൾ അഭിമാനിക്കുന്നുണ്ട്. ഇവിടുത്തെ കപ്പയും കഞ്ഞിയും മത്തിയും കാച്ചിലും ചേനയും ചേമ്പും കൊണ്ട് കലയാപനം കഴിക്കുന്നവരെ നമ്മൾ ഈ നാടിൻ്റെ പൗരന്മാരാണ്. അതുകൊണ്ട് നാടിൻ്റെ പൗരത്വം എന്ന ബോധം നമുക്കുണ്ടാകണം. ഓക്കെ, അമ്മ ജന്മം നൽകിയത് ഈ മണ്ണിലേക്കാണ്. അതുകൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം. ഭാരതമെന്ന് പറയുന്ന വിശേഷ രാജ്യത്തിൻ്റെ പൗരന്മാരായി ജനിക്കാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. ഭിന്നമത രാഷ്ട്രീയ ജാതീയ സംസ്കാരങ്ങൾ അങ്ങനെ സമുന്നയിക്കപ്പെട്ടിരിക്കുന്ന രാജ്യവ്യവസ്ഥതയിലാണ് നമ്മൾ ജീവിക്കുക. ഇവിടെ ഞങ്ങൾക്ക് മാത്രമേ ആകാവൂ എന്നൊക്കെയുള്ള ശാഠ്യം ഇവിടുത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ലംഘനമാണ്. അവരവരുടെ വിശ്വാസത്തിനും അവരവരുടെ ആത്മീയതയ്ക്കും അനുസരിച്ചുള്ള സ്വാതന്ത്ര്യം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ എഴുതപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അതിനെയൊക്കെ ധ്വംസനം ചെയ്യുന്ന ചില കിരാതത്വങ്ങൾ, സ്വാർത്ഥതകൾ, സ്പർദ്ധകളൊക്കെ അങ്ങുമിങ്ങുമൊക്കെ ആയിട്ടുണ്ട്. ദൈവമക്കൾക്ക് പിക്കറ്റിങ്ങോ ഹർത്താലോ കരിങ്കൊടി പ്രകടനങ്ങളോ നിയമസഭ വളയലോ സെക്രട്ടേറിയറ്റ് പിക്കറ്റിങ്ങോ ഒന്നും പറഞ്ഞിട്ടില്ല. നമുക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ, സഹിക്കുക. സഹനമെന്നൊരൊറ്റയായുധം. പിന്നെ മുഴങ്കാൽ യുദ്ധം. മുഴങ്കാൽ യുദ്ധത്തിന് തോക്ക് വേണ്ട, വെടിയുണ്ട വേണ്ട, പാറ്റൻ ടാങ്ക് വേണ്ട. മുഴങ്കാൽ യുദ്ധത്തിന് ഒന്നേ വേണ്ടൂ, തലവെള്ളവും കണ്ണുനീർ ഉറവുമായാൽ മതി. എതിരെയുള്ള പ്രതിസന്ധികൾക്ക് കർത്താവ് പരിഹാരം വരുത്തും. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. മുഴങ്കാൽ യുദ്ധം ചെയ്യാൻ മനസ്സുള്ള ദൈവമക്കൾ സഭാ വിഭാഗിക വ്യത്യാസമില്ലാതെ, ജാതി മത വർണ്ണ വർഗ വിഭാഗികതകളില്ലാതെ ഒരുമിച്ച് മുഴങ്കാൽ മടക്കാൻ കഴിയുമ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടാനിടയാകും. എത്ര പേര് അത് അംഗീകരിക്കുന്നുണ്ട്? ഓക്കെ, അപ്പോൾ ഈ ഭാരതത്തിൻ്റെ പൗരന്മാരാണ് നമ്മൾ എന്നതുകൊണ്ട് നമ്മൾ അഭിമാനിക്കുന്നു. ഭാരതത്തിൻ്റെ പൗരത്വം, ഓക്കെ, അത് അമ്മ ജന്മം നൽകിയത് കൊണ്ട്. പക്ഷേ ആത്മാവ് നമുക്കൊരു ജന്മം തന്നു. ആത്മാവ് നമുക്ക് തന്ന ജന്മത്തിൻ്റെ പേരാണ് വീണ്ടും ജനനം. കണ്ടോ, അമ്മ തന്ന ജന്മം, അതുകൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം. ആത്മാവ് നമുക്ക് തന്ന ജന്മമാണ് വീണ്ടും ജനനം, അതുകൊണ്ട് നമുക്ക് സ്വർഗീയ പൗരത്വം. എത്ര പൗരത്വം ഉണ്ട്? അപ്പം 2 പൗരത്വമുണ്ട്. 2 പൗരത്വമുള്ളവർക്ക് 2 കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, 2 ഭരണഘടനയുണ്ട്. ഈ മണ്ണിൽ നമ്മൾ ജനിച്ചത് കൊണ്ട് ഈ മണ്ണിൻ്റെ പൗരത്വം, അതുകൊണ്ട് ഈ മണ്ണിൻ്റെ ഭരണഘടന. കണ്ടോ, ഭാരത ഭരണഘടന ലംഘിച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഭരണഘടനയെ നമ്മൾ മാനിക്കണം, ആദരിക്കണം. രാജ്യത്തിൻ്റെ നിയമമല്ലേ, അത് പാലിച്ചേ പറ്റുകയുള്ളൂ. എത്ര കൃപാവരമുണ്ടെന്ന് പറഞ്ഞാലും, എത്ര തിരക്കുള്ള ദൈവദാസനാണ്, ദൈവദാസിയാണെന്ന് പറഞ്ഞാലും നിയമം ലംഘിക്കാൻ പാടില്ല. നിയമങ്ങൾ അതിൻ്റെ തനിമയോട് കൂടെ നമുക്ക് പാലിക്കാനായിട്ട് പറ്റണം. കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണം. സീറ്റ് ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞാൽ ഇട്ടേ പറ്റുള്ളൂ. ഹെൽമറ്റ് വെക്കണമെന്ന് പറഞ്ഞാൽ ഹെൽമറ്റ് വെച്ചേ പറ്റുള്ളൂ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞാൽ, ഇൻഷുറൻസ് അടയ്ക്കണമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പേപ്പേഴ്സ് എല്ലാം ക്ലിയർ ആകണം. വഴിയിൽ തടഞ്ഞു നിർത്തുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ തലയും ചൊറിഞ്ഞുകൊണ്ട് നിൽക്കരുത്. സാറേ സോറി എന്ന് പറഞ്ഞ് നിൽക്കരുത്. അതൊക്കെ ഗതികേടാണ്, അത് നിയമ ലംഘനമാണ്. മനസ്സിലായില്ലേ? ഈ രാജ്യത്തിൻ്റെ പൗരത്വബോധത്തോടെ നമുക്ക് ജീവിക്കണം. അപ്പം തന്നെ ഞാൻ പറഞ്ഞല്ലോ, സ്വർഗീയ പൗരത്വം. സ്വർഗീയ പൗരത്വത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചിരിക്കുന്ന വിശുദ്ധ ബൈബിൾ. എത്ര പേര് മനസ്സിലാകുന്നുണ്ട്? 2 പൗരത്വമുള്ളവർക്ക് 2 ഭരണഘടന. അപ്പോൾ ഈ 2 ഭരണഘടനയും ഒരേപോലെ പാലിച്ചുകൊണ്ട് ദൈവത്തിന് മുമ്പിൽ, രാജ്യത്തിന് മുമ്പിൽ തലയെടുപ്പോടെ നിൽക്കാൻ പറ്റുന്നവനാണ് യഥാർത്ഥ പൗരബോധമുള്ളവൻ. മനസ്സിലായില്ലേ? അല്ലാത്തവരെ ചുളങ്ങി പോലീസിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും, ഒടുവിൽ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കേണ്ടി വരും. ഈ ഗതികേടാണ് അനാത്മികതയുടെ ഗതികേട്. പക്ഷേ ആത്മീകൻ പൗരബോധമുള്ളവനാണ്. ഹല്ലേലൂയ. ബോധ്യമാകുന്നവർക്കായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. അതുകൊണ്ട് 2 പൗരത്വം നമുക്കുണ്ട്, 2 ഭരണഘടനയുണ്ട്. 2 ഭരണഘടനയും തെറ്റാതെ പാലിക്കാൻ നമുക്ക് കഴിയണം. അങ്ങനെ പാലിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ഉപദേശി എന്നൊക്കെ ചോദ്യം ചോദിച്ചേക്കാം. ഉള്ള ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെടുത്താം, ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടുത്താം. അവൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു എന്ന പേരിലാണ് പിടിച്ചന്നത്തെ ഗവൺമെൻറ് കൊണ്ട് സിംഹക്കുഴിയിലിട്ടത്. മനുഷ്യൻ്റെ മാംസം തിന്ന് ശീലിച്ച സിംഹത്തിന് മനുഷ്യൻ്റെ മണമടിക്കുമ്പോൾ ഭയങ്കര ആവേശമാണ്. അങ്ങനെയുള്ളപ്പോൾ ഒത്ത ഒരു ചെറുപ്പക്കാരൻ, സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരൻ, മാംസപുഷ്ടിയുള്ളൊരു ചെറുപ്പക്കാരനെ അന്നത്തെ അത്താഴമായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുത്തപ്പോൾ സിംഹങ്ങൾക്ക് വലിയ സന്തോഷമായി. പക്ഷേ ഇവനെ അങ്ങോട്ട് ഇട്ടുകൊടുത്ത് അവനങ്ങോട്ട് ചെന്ന് വീഴുന്നതിന് മുൻപ് സ്വർഗത്തിലെ ദൈവം തൻ്റെ ദൂതനെ ഇറക്കി സിംഹങ്ങളുടെ വായ അടച്ചു കളഞ്ഞു. സിംഹത്തിൻ്റെ വന്യത മാറി, സിംഹത്തിൻ്റെ ക്രൂരത വഴിമാറി. തങ്ങളുടെ കൂട്ടിലേക്ക് വന്നതായിരിക്കുന്ന ചെറുപ്പക്കാരനോട് സിംഹങ്ങൾ സഹിത്വത്തിലായി മുട്ടിയുരുമി ഇഴുകിച്ചേർന്ന് അവനുമായിട്ട് ഒരുമിച്ച് സിംഹങ്ങൾ അന്ന് രാത്രി സുഖമായി കഴിഞ്ഞു. മനസ്സിലാകുന്നുണ്ടോ? സിംഹക്കുഴിയിലേക്ക് ചെറുപ്പക്കാരനെ ഇട്ടതിൻ്റെ മനോവിഷമം കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ട രാത്രിയിൽ രാജാവ് തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. പക്ഷെ ഉറക്കം തന്നെ വിട്ടുപോയി. അതിരാവിലെ ഇരുട്ടുമാറുന്നതിന് മുമ്പ് സിംഹക്കുഴിയുടെ അരികിൽ വന്നപ്പോൾ ദാനിയേൽ എന്ന് പറയുന്ന ഈ ചെറുപ്പക്കാരൻ്റെ പ്രാർത്ഥനാ ശബ്ദം താൻ ശ്രവിച്ചിട്ടുണ്ടാകണം. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും പ്രാർത്ഥനാ നിരതനായ പ്രാർത്ഥനാശീലമുള്ള ദാനിയേൽ പ്രാർത്ഥിക്കുന്നത് കേട്ടതുകൊണ്ടാകണം രാജാവ് ചോദിക്കുന്നു, ദാനിയേലേ
നീ സേവിക്കുന്ന ദൈവം നിന്നെ സിംഹങ്ങളുടെ വായിൽ നിന്ന് രക്ഷിപ്പാൻ പ്രാപ്തനായോ? ഒറ്റ ചോദ്യം ചോദിക്കുന്നുണ്ട്. മനസ്സിലായോ? എല്ലുമുട്ടമായി കാണും. സിംഹത്തിന് കടിച്ച പൊട്ടാത്ത എല്ലൊക്കെ ഇപ്പൊ ബാക്കി ഉണ്ടാവുകയുള്ളൂ. മൊത്തം സിംഹം തിന്നു കാണുമെന്നുള്ള വിചാരത്തോടെ വന്ന് അവിടെ വരുമ്പോഴാ പ്രാർത്ഥന കേൾക്കുന്നത്. വ്യക്തവും ശക്തവും യുക്തവും സ്പഷ്ടവും സ്ഫുടവുമായ ദാനിയേലിന്റെ പ്രാർത്ഥനാ വാചകങ്ങൾ സിംഹക്കുഴിയിൽ നിന്ന് അന്തരീക്ഷത്തിലേക്ക് ഉയരുന്നത് രാജാവ് കേട്ട് സ്തംഭിച്ച് നിന്നിട്ട് ചോദിക്കുക, നീ സേവിച്ച് നിൽക്കുന്ന ദൈവം നിന്നെ വിടുവിപ്പാൻ പ്രാപ്തനായോ? രാജാവിന്റെ ശബ്ദം കേട്ടിട്ട് ദാനിയേൽ രാജാവിനോട് സംസാരിക്കുന്നു. പ്രാർത്ഥനയിൽ നിന്ന് ഒരിടവേള എന്ന പോലെ രാജാവിനോട് തിരിച്ചിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. മഹാരാജാവേ, ഞാൻ എൻ്റെ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവൻ. എത്ര പേർക്ക് മനസ്സിലായ വാചകം? ഞാൻ എൻ്റെ ദൈവത്തിന് മുൻപാകെ കുറ്റമില്ലാത്തവനെന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ പാലിക്കുന്നുണ്ട് കൃത്യമായി. ദൈവം എനിക്ക് തന്നൊരു ഭരണഘടനയുണ്ട്, അറിയാമോ? 10 കൽപ്പനകൾ, കൂട്ടത്തിൽ 617 കൽപ്പനകൾ. ഇത് കൃത്യതയോടുകൂടെ അരുതുകൾ ഒത്തിരിയുണ്ട്. അരുതുകളെ ഞാൻ അവഗണിക്കുന്നില്ല. ചെയ്യണമെന്ന് പറയുന്നതിനെ ഞാൻ കൃത്യമായി ചെയ്യുന്നുണ്ട്. അങ്ങനെ എൻ്റെ പരമാധികാരിയായ സർവശക്തനായ സർവജ്ഞാനിയായ സർവവ്യാപിയായ സർവശക്തനായ മഹാദൈവത്തിൻ്റെ കൽപ്പനകളെ ഞാൻ പ്രമാണിക്കുന്നുണ്ട്. മനസ്സിലായോ? അടുത്ത വാചകം, തിരുമുൻപാകെ ഞാൻ ഒരു ദോഷവും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിൻ്റെ നിയമവും ഞാൻ ലംഘിച്ചിട്ടില്ല. മനസ്സിലായോ? എൻ്റെ ദൈവത്തിൻ്റെ നിയമം ഞാൻ ലംഘിച്ചിട്ടില്ല, ഈ രാജ്യത്തിൻ്റെ നിയമവും ഞാൻ ലംഘിച്ചിട്ടില്ല എന്നതുകൊണ്ട് ദൈവം തൻ്റെ ദൂതനെ അയച്ച സിംഹത്തിൻ്റെ വായ അടച്ചു കളഞ്ഞു. എത്ര പേർക്ക് മനസ്സിലായി അതിനകത്തെ ആത്മീക സത്യം? രാജ്യത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കാതെ, ദൈവിക നിയമങ്ങൾ ലംഘിക്കാതെ ജീവിക്കുന്ന ഒരു ദൈവ പൈതലിനെതിരെ തുറന്നു വരുന്ന സകല വായും ദൈവം അടയ്ക്കും. നിയമം തെറ്റാതെ ജീവിക്കുന്നവന്റെ നേരെ ഉണ്ടാകുന്ന സകല പോരുകളെയും ദൈവം അടയ്ക്കുമെന്ന് ഞാൻ ആത്മീക ദൂത് പറഞ്ഞാൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ എത്ര പേർക്ക് കഴിയും? നിന്നെ ഒതുക്കുമെന്നും നിന്നെ വിഴുങ്ങുമെന്നും നിന്നെ ഇല്ലാതെയാക്കുമെന്നും നിന്റെ നന്മ താട്ടിയെടുക്കുമെന്നും നിനക്ക് ലഭിക്കപ്പെടാനുള്ള സാമ്പത്തിക നന്മയെ വസൂലാക്കുമെന്നൊക്കെ ആക്രോശിക്കുന്ന, അതിന് വീരവാദം മുഴക്കുന്ന ചില സിംഹങ്ങളുടെ വായ അടയ്ക്കാൻ ഇന്ന് രാത്രി കർത്താവ് പ്രവർത്തിച്ച് തുടങ്ങുകയാണ്. നിനക്കെതിരെയുള്ള ചില രേഖകളെ മാറ്റുവാൻ കർത്താവിന് പദ്ധതിയുണ്ടെന്ന്, നിനക്ക് ലഭിക്കപ്പെടേണ്ട അവകാശങ്ങളെ വഴിതിച്ചു കളയുവാൻ ശ്രമിക്കുന്ന ദുഷ്ടന്റെ വ്യാപാര ശക്തിയോട് കർത്താവ് ഇടപെടാൻ തുടങ്ങുകയാണ്. ശുശ്രൂഷകന്മാരടക്കം ശ്രദ്ധിച്ചോണ്. ശുശ്രൂഷിക്കുന്ന മേഖലകളിൽ നിന്നെ വെറും കൈയോടെ പറഞ്ഞു വിടാൻ, കള്ളക്കേസിൽ നിന്നെ കുരുക്കാൻ ശ്രമിക്കുന്ന ചില സിംഹങ്ങളുണ്ടല്ലോ, ചില ആധിപത്യങ്ങളുണ്ട്, ചില അതീശത്വങ്ങളുണ്ട്, ചില അധികാര ശക്തികളുണ്ട്. എൻ്റെ കർത്താവ് ഇറങ്ങി അവയുടെ വായ അടച്ചു കഴിഞ്ഞാൽ ഒരു നടപടിയും ഉണ്ടാകത്തില്ല. ദൈവം തന്റെ ഭക്തന്മാരെ മാനിക്കും. ദൈവത്തിന്റെ നിയമത്തെയും രാജ്യത്തിന്റെ നിയമത്തെയും പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണെന്ന് പറഞ്ഞാൽ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിക്കാൻ കഴിയുന്നവർ കർത്താവിനെ ആരാധിക്കട്ടെ. ജീസസ്, ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ പൗരത്വം സ്വർഗത്തിൽ, നമ്മുടെ പൗരത്വം ഭൂമിയിൽ. 2 കോൺസ്റ്റിറ്റ്യൂഷൻ, 2 പൗരത്വം. ഇത് സമന്വയിപ്പിച്ചുകൊണ്ട് ഉത്തമ പൗരബോധത്തോടെ ജീവിക്കാൻ കഴിയണം. അപ്പൊ കർത്താവ് എവിടുന്ന വരുന്നതെന്ന് പറഞ്ഞേ? സ്വർഗത്തിൽ നിന്ന്. എത്ര പേർക്ക് ബോധ്യമായി? കർത്താവ് വരുന്ന സ്വർഗത്തിൽ നിന്ന്. അവിടെ പൗലോസ് എഴുതാതെ എഴുതിയിരിക്കുന്നതും പറയാതെ പറഞ്ഞിരിക്കുന്നതുമായ ഒരു സത്യം കൂടെ ഞാൻ പറയട്ടെ. ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു, അരിമത്തിയിലെ യോസഫിന്റെ കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട യേശു, 100 റാത്തൽ തൂക്കമുള്ള അകിലും മൂറുമെന്ന സുഗന്ധവർഗമിട്ട് നല്ല നിർമ്മല ശീലയിലും റൂമാലുകൊണ്ട് പൊതിഞ്ഞ് അരിമത്തിയിലെ യോസഫിൻ്റെ കല്ലറയിൽ അടക്കം ചെയ്ത് 8 ടൺ ഭാരമുള്ളൊരു കല്ല് മുരുട്ടി വായ്ക്കൽ വെച്ച് കരുത്തുള്ള കുറെ പട്ടാളക്കാരെ കാവലാക്കി യേശുവിൻ്റെ മൃതശരീരത്തിൻ്റെ സംസ്കരണ ശുശ്രൂഷ നമ്മൾ കണ്ടതാണ്. യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം 38 മുതൽ താഴേക്ക് വായിക്കുമ്പോൾ ആ സംഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ, ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമെന്ന് ഇവിടെ പറഞ്ഞിരിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കും പൗലോസ് എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. കാരണം യേശുവിനെ അടക്കിയത് ഇവിടെ അല്ലേ, ആ യേശു എങ്ങനെ സ്വർഗത്തിൽ നിന്ന് വരുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പറയാതെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. ക്രൈസ്തവ വിശ്വാസ സംഹിതകളുടെ ഏറ്റവും അടിസ്ഥാനമായ വസ്തുത യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പാണ്. മരിച്ച് മൺമറഞ്ഞ് അടഞ്ഞു കിടക്കുന്ന ഒരു കല്ലറയുടെ വാതുക്കൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ അതിൻ്റെ ചുറ്റും നിന്നുകൊണ്ട് പുഷ്പാഞ്ജലികളും ബാഷ്പാഞ്ജലികളും
അർപ്പണം ചെയ്യുന്നവരല്ല ഇവിടുത്തെ ക്രൈസ്തവ ജനത. അത് മനസ്സിലാക്കണം. അടഞ്ഞ ഒരു കല്ലറയുടെ വാതിക്കൽ നിന്ന് കരയുന്നവരല്ല, തുറന്ന കല്ലറയുടെ വാതിക്കൽ നിന്നുകൊണ്ട് ഹാ ഹല്ലേലൂയ പാടുന്നവര്. കൊല്ലുന്ന മരണത്തിന്റെ ഘോരതരമായിരിക്കുന്ന സകല കെടുതികളെയും അവസാനിപ്പിച്ച് ഹേ മരണമേ നിന്റെ ജയം എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് ഉദ്ധാനം ചെയ്ത ക്രിസ്തുയേശുവിന്റെ ഉയർപ്പിന്റെ ശക്തി അകത്ത് വ്യാപരിക്കുന്നവരാ ദൈവമക്കൾ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? അകത്ത് ഉയർപ്പിന്റെ ശക്തിയുള്ളവർ കർത്താവിനെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിക്കാട്ടെ. ഒരു ദുഷ്ടശക്തിയുടെ മുമ്പിൽ നീ പരാജയം അടയുകയില്ല. എഫെസ്യ ലേഖനം 1:19 പറയുന്നത്, വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ അറിയണം. ആ അറിയേണ്ടതിനൊരു ക്ലൂ തരികയാണ്. ആ ശക്തി ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചു. ഹല്ലേലൂയ. അപ്പൊ ക്രിസ്തുവിനെ അടക്കം ചെയ്ത കല്ലറയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ വ്യാപരിച്ച ഒരു ശക്തിയുണ്ട്. അത് നമ്മുടെ മൺകൂടാരത്തിൽ ഇപ്പോഴേ പകരാൻ ദൈവം ആഗ്രഹിക്കുന്നു. 2026 വെല്ലുവിളികളെ അതിജീവിക്കുവാൻ കീശയിലെ കാശോ ബന്ധുബലമോ സ്വാധീനതയോ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ എടുത്ത് 10 നമ്പർ ഡയൽ ചെയ്യുമ്പോൾ മറുതലയ്ക്കൽ കിട്ടുന്ന നേതാവിനെ ഒന്നും പോരാ. ഈ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയോടുകൂടെ നീ പ്രവർത്തിക്കുമ്പോൾ മുൻപിലുള്ള തടസ്സങ്ങൾ മാറുകയോ, മുൻപിലുള്ള കല്ലറകൾ പൊളിയുകയോ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കർത്താവിനെ സ്തുതിക്കട്ടെ. പുനരുദ്ധാനത്തിന്റെ ശക്തി ഉണ്ടല്ലോ, അത് ശ്രേഷ്ഠമാണ്. മനസ്സിലായില്ലേ? അപ്പൊ യേശു ഇവിടെ അടക്കം ചെയ്യപ്പെട്ടെങ്കിലും ഉയർത്തെഴുന്നേറ്റു. അതിന് വ്യാപരിച്ച ദൈവശക്തി നമുക്ക് ഓഫർ ചെയ്യുന്ന ദൈവശക്തിയാണ്. എഫേസ്യർ 1:19-20 വാക്യം ഒരിക്കലും മറന്നു പോകരുത്. ആ ശക്തിയോടുകൂടി ഉയർത്തെഴുന്നേറ്റ കർത്താവ് സ്വർഗാരോഹണം. അപ്പൊ പറയാത്ത 2 കാര്യം: ഒന്ന് പുനരുദ്ധാനം, 2 സ്വർഗാരോഹണം. ഇത് രണ്ടും നടന്നത് കൊണ്ടാണ് യേശു എവിടുന്ന് വരുന്നതെന്ന് പറയുന്നത്? സ്വർഗത്തിൽ നിന്ന്. ഇവിടെ അടക്കം ചെയ്യപ്പെട്ട യേശു സ്വർഗത്തിൽ നിന്ന് വരാനുള്ള 2 കാരണമാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, യേശു എന്തോ ചെയ്തു? ഉയർത്തെഴുന്നേറ്റു. രണ്ടാമത് എന്തോ ചെയ്തു? സ്വർഗാരോഹണം ചെയ്തു, പിതാവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെട്ടു. അവിടുന്ന് ഇറങ്ങി വരും, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെയും ഇരുത്തേണ്ടതിന്. ഹല്ലേലൂയ. അങ്ങനെ കർത്താവ് സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്. അവിടുന്ന് വരുന്നത് നമ്മളെ അവിടെ കൊണ്ടിരുത്താനാണ്. ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഈ പാഴ്മരുഭൂമി വിട്ട് നാം പോകും. ഹല്ലേലൂയ. പ്രിയ ഗായകൻ പാടിയ പാട്ട് കാണും ഞാൻ മോക്ഷപുരി താതൻ ശാൽ. ആ പാട്ടൊക്കെ കാലഹരണപ്പെട്ട പാട്ടുകൾ പോലെയായിരുന്നു. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ പുത്തൻ പാട്ടുകൾ പാടുന്ന തിരക്കിനിടയിൽ പല ഗായകരും മറന്നുപോയതോ മാറ്റിവെച്ചതോ ആയ പാട്ടുകൾ ഇന്ന് നമ്മുടെ 2 ഗായകരും ആവർത്തിച്ച് പാടിയത് ഗംഭീര പാട്ടുകൾ. കാണും ഞാൻ മോക്ഷപുരി താതൻ ചാരേ, കൺമതിനധികാലമായി കുതൂഹലത്തോടെ ഞാൻ കാത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ കർത്താവിനെ. എവിടെ ചെന്ന് കാണും? അവിടെ ചെന്ന് നമ്മൾ കാണും. ആ പ്രത്യാശയുള്ള കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഇമ്പങ്ങളുടെ തീരമണയും സ്വച്ഛ സ്ഫടിക തങ്ക തുല്യ നിർമ്മിത വീഥികളിൽ നമുക്ക് മുമ്പേ അവിടെ എത്തപ്പെട്ട ദൈവ മക്കൾ നമുക്കായിട്ട് കാത്തു നിൽക്കുന്നു. ഒരുമിച്ച് നമ്മൾ അവിടെ സമാഗമിക്കും, സംഗമിക്കും. അത് ഏറ്റവും അനുഗ്രഹീതമായ ക്രിസ്തു പ്രത്യാശയാണ്. ശാപമുള്ള, ദോഷമുള്ള, ദുഃഖമുള്ള, ദുരിതമുള്ള, വ്യഭിചാരമുള്ള, മറ്റു പലവിധത്തിലുള്ള വക്രതകളുള്ള, തീവ്രവാദമുള്ള, ഭീകരവാദമുള്ള, മതമൗലികവാദമുള്ള, മറ്റു തരം മാഫിയ സംഘങ്ങളുടെ വിളയാട്ടമുള്ള ഒട്ടനവധി ദോഷവശങ്ങളുള്ള ഈ പാർത്തലം വിട്ട് നാം ചേക്കേറും പാപമില്ലാത്ത ഇടത്തേക്ക്. ഹല്ലേലൂയ. അത് നമ്മുടെ ഏറ്റവും വലിയ പ്രത്യാശയാ. അതിനുവേണ്ടി കർത്താവ് വരുന്നു, അത് നാം അറിയണം. അപ്പൊ എവിടുന്ന് വരുന്നു? സ്വർഗത്തിൽ നിന്ന് വരുന്നു. ഇനി എങ്ങനെ വരുന്നെന്നും കൂടെ പറയാം. എങ്ങനെ കർത്താവ് വരുന്നെന്നറിയാം. ആഹാ, ഫിലിപ്പിയ ലേഖനം 3:21 വാക്യം നോക്കിക്കേ. ഫിലിപ്പിയർ 3:21, സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തിയാൽ. സകലത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ടാണ് എന്റെ കർത്താവ് വരുന്നത്. അതൊക്കെ ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രാഗൽഭ്യമാണ്. സുഹൃത്തെ, അങ്ങ് ദൂരെ എന്നെ ശ്രദ്ധിക്കുന്ന മാന്യ സുഹൃത്തെ, പാർട്ടി ബോധമുള്ള, രാഷ്ട്രീയ ബോധമുള്ള, മതബോധമുള്ള, ജനസംഘ ശക്തിയുടെ മുൻനിരക്കാരനായി പ്രവർത്തിക്കുന്നതിന് വേണ്ടി ശക്തമായി പ്രവർത്തിക്കുന്ന താങ്കളുടെ ഉൾത്തടത്തിലേക്ക് ഇന്ന് രാത്രി അഭിമാനത്തോടെ ഞങ്ങൾ പറയുന്നൊരു കാര്യമുണ്ട്. സകലത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ്. ഇവിടെ പല അതീശത്വങ്ങളുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയ അധികാരങ്ങൾ, മതപരമായ അധികാരങ്ങൾ, ഇവിടുത്തെ ജനസംഘ ശക്തികളുടെ അധികാരങ്ങൾ, ഇവിടുത്തെ ദാർശനിക പ്രബോധനങ്ങളുടെ, ഇവിടുത്തെ മതചിന്തകളുടെയൊക്കെ അധികാരങ്ങൾ ഒരുപക്ഷെ ക്രൈസ്തവീകതയെ ശ്വാസം മുട്ടിക്കുന്നുണ്ടാകുക. സ്വതന്ത്രമായി ദൈവം നൽകിയ വെളിപ്പാടനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരുടെ അടങ്ങ്, വേണ്ട, ഇതിവിടെ വേണ്ട, ഇറങ്ങ് എന്നൊക്കെ പറയുന്ന ചില ആധിപത്യ വ്യവസ്ഥിതികളുണ്ട്. ഞങ്ങളതിന് മുമ്പിൽ സമരമൊന്നും ഉണ്ടാക്കുന്നില്ല. വേണ്ട എന്ന് വെച്ചാൽ വേണ്ട, അത്ര തന്നെ. ഞങ്ങളെ തല്ലിയാൽ ആ തല്ല് കൊള്ളുന്നിടത്ത് നിന്ന് തിരിച്ചു തല്ലാൻ നിൽക്കാതെ അടുത്ത കവലയിലേക്ക് ചെല്ലുന്നു. അടുത്ത കവലയിലും അത് തന്നെയാ പ്രതികരണമെങ്കിൽ അതിൻ്റെ അടുത്ത ഇടത്തേക്ക് ചെല്ലുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്ന ഇടം വിട്ട് അടുത്ത
അടുത്ത ഇടത്തേക്ക് പോകാനാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്. സഹനമന്ത്രണം ഓതിത്തന്ന് നമ്മുടെ ഗുരുനാഥൻ അങ്ങനെയാ പറഞ്ഞിട്ടുള്ളത്, അല്ലാതെ പ്രതികരിക്കാനൊന്നുമല്ല, പ്രതികരിക്കാനോ ചെറുത്തു നിൽക്കാനുമല്ല. ചെറുത്തു നിൽക്കാൻ പറഞ്ഞിട്ടുള്ളത് പിശാചിനോട് മാത്രമേ ഉള്ളൂ. ബാക്കി ആരോടും ചെറുത്തു നിൽക്കാനും പടകധ്വനി ഉണ്ടാക്കാനും പടയണി ഉണ്ടാക്കാനും പറഞ്ഞിട്ടില്ല. അതിനുവേണ്ടിയൊക്കെയുള്ള ശ്രമങ്ങളും അതിനുവേണ്ടിയുള്ള കൂട്ടായ്മയോടൊന്നും യോജിക്കാൻ എനിക്ക് പറ്റത്തില്ല ഇന്ന് വരെ. ഞാൻ പറയുന്നത് എതിർക്കുന്നവരോട് എതിർക്കാതെ അവർക്ക് വേണ്ടി പ്രാർത്ഥന മുറിയിലേക്ക് പോരാടണം. എന്തുകൊണ്ടാണെന്നറിയാമോ? ഇവരെ എല്ലാവരെയും കൂടെ കീഴ്പ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവ് വെളിപ്പെടാൻ പോവുകയാണ്. ലോകത്തിന്റെ സകല ആധിപത്യ വ്യവസ്ഥിതികളെയും ഇവിടെ മുൻപോട്ട് വയ്ക്കുന്ന സകല തടസ്സങ്ങളെയും അതിന്റെ പോർവിളികളെയും എല്ലാം ഇല്ലാതെയാക്കിക്കൊണ്ട്, അതാ പറയുന്ന സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന രാഷ്ട്രീയ ശക്തികളെ, മതപരമായ ശക്തികളെ, മറ്റു തരമായിരിക്കുന്ന എല്ലാ പോരുകളെയും കീഴ്പ്പെടുത്തിക്കൊണ്ട് എൻ്റെ കർത്താവ് ഇവിടെ വാഴാൻ പോകുന്നു. വീരനെ പോലെ ആർക്കും ചെറുത്തു നിൽക്കുവാൻ കഴിയാത്ത വിധം, ആർക്കും പിന്തുണ പിൻവലിച്ച് താഴെയിടാൻ പറ്റാത്ത വിധം, ഒരു ഘടകകക്ഷികളുടെയും സഹായമില്ലാത്ത വിധം, ഇവിടുത്തെ വൻ ഭൂരിപക്ഷമുള്ള ഒരു ജനതയുടെയും സഹായമില്ലാത്ത വിധം എൻ്റെ കർത്താവ് ഏകനായി നാട് ഭരിക്കാൻ പോവുകയാണ്. സത്യധർമ്മ ന്യായ നീതികളോടുകൂടെ, വിലാപമില്ലാത്ത, യുദ്ധമില്ലാത്ത, കെടുതികളില്ലാത്ത, ഒരൊറ്റ പെൺകുഞ്ഞും പിഴച്ചു പോകേണ്ടി വരാത്ത, ഒരൊറ്റ ആൺകുഞ്ഞിന്റെയും വാരിയലിനിടയിൽ എതിർകക്ഷിയുടെ കടാര കയറേണ്ടാത്ത അനുഭവമുള്ള ഒരൊറ്റ സ്ത്രീയും ഇവിടെ അപമാനിക്കപ്പെടാത്ത, ഒരൊറ്റ പട്ടിണി മരണവും ഉണ്ടാകാത്ത, ഒരൊറ്റ വ്യക്തികളും അനാഥരാകാത്ത, ഒരൊറ്റ വൃദ്ധജനങ്ങളും വഴിയിൽ ഉപേക്ഷിക്കപ്പെടാത്ത ഒരു സമത്വ സുന്ദര ക്ഷേമ രാഷ്ട്രം ഇവിടെ സ്ഥാപിക്കുന്നത് പല പാർട്ടികളുടെയും സഹായത്തോടെ തട്ടിക്കൂട്ടുന്ന ഗവൺമെന്റ് അല്ല, എന്റെ യേശു മാത്രം. അത് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ ഒരു രാജ്യവ്യവസ്ഥിതിയുമായി എൻ്റെ കർത്താവ് വരാൻ പോവുകയാണ്. അതാ പറയുന്നത്, സകലത്തെയും കീഴ്പ്പെടുത്തിക്കൊണ്ട്. ഫിലിപ്പിയ ലേഖനം 3:21 വാക്യത്തോട് ചേർത്ത് വെക്കേണ്ട മറ്റൊരു ഒട്ടിച്ചു വെക്കേണ്ട ഒരു വാക്യമാണ് യെശയ്യാ പ്രവചനം അതിന്റെ 40:10. യെശയ്യാ 40:10 പറയുന്നു, അവൻ ബലശാലിയായി വരുന്നു. ആ വാക്യത്തിന് സ്വത്രം പറയാൻ എത്ര പേർക്ക് പറ്റും? യെശയ്യാ 40:10, ഇതാ അവൻ ബലശാലിയായി വരുന്നു. അടുത്ത് പറയുന്നേ, അവന്റെ ഭുജം അവന് വേണ്ടി ഭരണം നടത്തും. ദ ഗവൺമെന്റ് ഷാൽ ബി അപ്പോൺ ഹിസ് ഷോൾഡർ. ആധിപത്യം അവന്റെ തോളിലിരിക്കും. യേശുവായിരിക്കും അധികാരം നടത്താൻ പോവുക. ഇന്ന് വരെ ആരും കണ്ടിട്ടില്ലാത്തൊരു സമത്വ സുന്ദര ക്ഷേമ രാഷ്ട്രം ഇവിടെ ഉണ്ടാകും. മനസ്സിലാകുന്നുണ്ടോ? സവർണവർഗമെന്നും അവർണവർഗമെന്നും ഉടമവർഗമെന്നും അടിമവർഗമെന്നും മുതലാളി വർഗമെന്നും തൊഴിലാളി വർഗമെന്നും വ്യത്യസ്തതകളും വ്യതിരക്തതകളും ഇല്ലാത്ത ക്രിസ്തുവിന്റെ രാജ്യത്തിൽ നാം എല്ലാവരും സമന്മാരായിരിക്കും. എത്ര പേർക്ക് ബോധ്യമുണ്ട്? ഇന്ന് അടികൊണ്ട് ഇന്ന് തകർക്കപ്പെട്ട, പിടിച്ചമർത്തപ്പെട്ട, ശ്വാസം മുട്ടിപ്പോയ ദൈവമക്കളൊക്കെ അന്ന് ഇവിടെ ഭരണാധിപന്മാരായിരിക്കും. ആ ബോധ്യം, ആ പ്രത്യാശയമുള്ള എത്ര പേരുണ്ട്? ഹല്ലേലൂയ. അങ്ങനെ വ്യവസ്ഥിതി, എസ്കറ്റോളജിക്കൽ വിഷയങ്ങളെ കുറിച്ച് പറയാൻ സമയം പോരല്ലോ, ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല. അപ്പൊ എങ്ങനെ, എവിടുന്ന് വരും? സ്വർഗത്തിൽ എങ്ങനെ വരും? സകലത്തെയും കീഴ്പ്പെടുത്തുവാൻ കഴിയുന്നതിന്റെ വ്യാപാര ശക്തി കൊണ്ട്. അടുത്തൊരു ചിന്ത കൂടെ കേട്ടോണം. എന്തിനാ വരുന്നത്? ഫിലിപ്പിയർ 3:21 നോക്കിക്കേ. എന്തിനാ വരുന്നത്? എന്തിനാ വരുന്നതെന്നറിയാമോ? നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമാക്കാൻ കർത്താവിന്റെ വരവിന്റെ ഉദ്ദേശം അവിടെ വ്യക്തമാക്കുന്നു. എന്തിനാ വരുന്നതെന്നറിയാമോ? താഴ്ചയുള്ള ശരീരത്തെ. നമ്മുടെ ശരീരത്തിനൊക്കെ എന്തോ ഉണ്ട്? താഴ്ചയുണ്ട്. താഴ്ചയില്ലെന്നൊന്നും ആർക്കും പറയാൻ പറ്റത്തില്ല. ശരീരത്തിനൊക്കെ താഴ്ചയുണ്ടെന്നേ. വിവിധ തരത്തിലുള്ള രോഗബീജങ്ങളുടെ പാത്രമാണ് നമ്മുടെ ഗാത്രം. പരിശോധിച്ച് നോക്കിയാൽ അറിയാം. പരിശോധിക്കാത്ത പുള്ളികളൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. പരിശോധിക്കാതെ വാരി വലിച്ച് പലതും ചിലതുമൊക്കെ കഴിച്ച അവസാനം കുഴപ്പമുണ്ടാക്കി. ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ്. മനസ്സിലായോ? പരിശോധിക്കുമ്പോഴേ നമുക്കറിയാവുന്നത് നമ്മളിൽ ഷുഗറുണ്ട്, പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, മറ്റ് വേറെ പല കുഴപ്പങ്ങളുണ്ടെന്നൊക്കെ. ഞാൻ പേടിപ്പിക്കുകയൊന്നുമല്ല. സകല രോഗത്തിനും സൗഖ്യം നൽകുന്ന കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ശരീരത്തിൻ്റെ താഴ്ചയൊന്നറിയാൻ വേണ്ടി, വീഴ്ചയൊന്നറിയാൻ വേണ്ടി ഞാൻ പറയുകയാണ്. നമ്മുടെ ശരീരം ഉലഞ്ഞു പോകും പലപ്പോഴും. ആസക്തികളുടെ, തൃഷ്ണകളുടെ, ജഡീക മോഹ പാരവശ്യങ്ങളുടെ, മോഹ പരമ്പരകളുടെ മുമ്പിൽ വിശുദ്ധിയുടെ വേർപാടിൻ്റെ വഴിവിട്ട് ചിലപ്പോൾ ഉലഞ്ഞു പോകാം. ശിംശോനെ പോലെ തിമ്നയിലേക്ക് പോയപ്പോൾ ശിംശോൻ എന്ന് പറയുന്ന നാസീർ വ്രതസ്ഥന്റെ മാംസം ഉലഞ്ഞു പോയില്ലേ? ദലീലെ കണ്ടപ്പോൾ അവളുടെ വീട്ടിലെ സ്ഥിരം സന്ദർശകനായി അവൻ്റെ മാംസം ഉലഞ്ഞു പോയില്ലേ? ജഡമുലഞ്ഞു പോയില്ലേ? കിളിവാതിലൂടെ അങ്ങ് ദൂരവിലേക്ക് നോക്കിയപ്പോൾ ദാവീദ് കണ്ട കാഴ്ച
താഴ്ചയിൽ സങ്കീർത്തനം കൊണ്ട് വിപ്ലവം ഉണ്ടാക്കിയ ദാവീദിന്റെ മാംസം ഉലഞ്ഞു പോയില്ലേ? അതൊക്കെ താഴ്ചയുള്ള ശരീരത്തിന്റെ കെടുതികളാ കാട്ടുക. സ്വന്തം പെങ്ങൾ വടയും ചായയുമായി തൻ്റെ മുറിയിലേക്ക് കയറി വന്നപ്പോൾ അമ്നോൻ എന്ന് പറയുന്ന രാജകുമാരൻ്റെ ശരീരം ഉലഞ്ഞു പോയില്ലേ? പെങ്ങളോടായിട്ട് അവൻ്റെ ശരീരത്തിൽ ഉയർന്നു വന്ന വികാര വിക്ഷോഭങ്ങളുടെ മുമ്പിൽ നിയന്ത്രണമില്ലാതെ പോയ ഒരാങ്ങളെയാണ് അമ്നോൻ എന്ന് പറയുന്നത്. മനസ്സിലായി? അങ്ങനെ എത്ര താരങ്ങളുണ്ടെന്നറിയാമോ? നിലമെല്ലാം കൂടെ വിറ്റ് കിട്ടിയപ്പോൾ വലിയൊരു തുകയുണ്ട്. അതിനകത്തൊന്ന് കുറെയെടുത്ത് മാറ്റിവെക്കുവാൻ അന്യാസിന്റെ സഫീറയുടെയും മനസ്സൊന്ന് ഉലഞ്ഞു പോയില്ലേ? അല്പമെങ്കിലും, ഒരു വേളയെങ്കിലും. ലോകത്തിന്റെ ഇമ്പങ്ങളുടെ മോടി കണ്ടപ്പോൾ പൗലോസിനോടൊപ്പം നിന്ന ദേമാസിന്റെ മനസ്സൊന്ന് ഉലഞ്ഞു പോയില്ലേ? അങ്ങനെ ഉലയാനും അലയാനും വലയാനും എടുത്ത തീരുമാനത്തിൽ നിന്ന് വ്യതിചലിക്കുവാനും ഒക്കെ ഉള്ളതായിരിക്കുന്ന ഒരു ശരീരമാണ് നമ്മുടെ ശരീരം. പക്ഷേ ദൈവകൃപ പ്രാപിച്ച ഒരു ദൈവപൈതൽ വിശുദ്ധിക്കും വേർപാടിനു വേണ്ടി കരുത്തോടെ നിൽക്കുമ്പോൾ ഈ ശരീരം ലോകത്തോട് ഏകീഭവിക്കാതെ നിൽക്കുമെങ്കിൽ കർത്താവ് വന്ന് നമ്മുടെ ശരീരത്തെ തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കി മാറ്റും. കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ചിന്തകളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പാപമില്ലാത്ത, പാപമറിയാത്ത, പാപം ചെയ്യാത്ത, കുറ്റമില്ലാത്ത, ദോഷമില്ലാത്ത, തിന്മയില്ലാത്ത ആ ശരീരത്തോട് ഏകീഭവിച്ചുകൊണ്ട് തിന്മ തീണ്ടാതെ. ഞാൻ ഇടയ്ക്ക് പറഞ്ഞല്ലോ, ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീര വ്യവസ്ഥിതികൾ ദോഷമില്ലാത്തതായി നമുക്ക് കാക്കാൻ പറ്റിയാൽ ആ ശരീരത്തെ കർത്താവ് തൻ്റെ ശരീരത്തോട് അനുരൂപമാക്കും. അന്യഭാഷ പറയുന്ന എല്ലാവരുടെയും ശരീരത്തെ അല്ല, പാട്ടുപാടുന്ന എല്ലാവരുടെയും ശരീരത്തെ അല്ല, പ്രസംഗിക്കുന്ന എല്ലാവരുടെയും ശരീരത്തെ അല്ല, സ്വോത്രകാഴ്ചയിടുന്ന എല്ലാവരുടെയും ശരീരത്തെ അല്ല. എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന വീണ്ടും വിചാരത്തോടെ സൂക്ഷ്മതയോടെ കൈകാര്യം ചെയ്യുന്നവൻ. ആവശ്യമില്ലാത്തത് കഴിക്കുന്നില്ല, കുടിക്കുന്നില്ല, ആവശ്യമില്ലാത്തത് വാരി ഉടുക്കുന്നില്ല, ആവശ്യമില്ലാത്തത് തൊട്ട് പിടിച്ച് എടുത്ത് കഴിച്ച് കുടിച്ച് മുട്ടി തട്ടി ഉരുമി ഒരഞ്ഞ് അങ്ങനെ നടക്കാതെ എൻ്റെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണെന്ന വീണ്ടും വിചാരത്തോടെ ശരീര വ്യവസ്ഥതയെ കാക്കുന്നവൻ്റെ ശരീരത്തെ കർത്താവ് വന്ന് തൻ്റെ രൂപത്തോട് അനുരൂപമാക്കും. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. അങ്ങനെയാണെങ്കിൽ ഒറ്റ ചിന്ത കൂടെ പറഞ്ഞ് ഞാൻ നിർത്തട്ടെ. ഫിലിപ്പിയ ലേഖനം 3:21 കർത്താവ് വരുന്നത് തൻ്റെ രൂപത്തോട് നമ്മളെ അനുരൂപമാക്കാനാണ്. അനുരൂപം എന്ന പദത്തിനടിയിൽ വര കൊടുക്കണം. എന്നിട്ട് 3:21 വാക്യത്തെ റോമർ 12:2 കൊണ്ടുവന്ന് ലയിപ്പിക്കണം. റോമർ 12:2 എന്താ പറയുക? ഡു നോട്ട് ഫോളോ ദ പാറ്റേൺ ഓഫ് ദിസ് വേൾഡ്. ഈ ലോകത്തിന് നമ്മൾ എന്തോ ചെയ്യരുത്? അനുരൂപമാകരുത്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് വാക്യങ്ങളെ സമന്വയിപ്പിക്കുമ്പോൾ യൂത്ത്സ് പ്രത്യേകം ശ്രദ്ധിച്ചോണ്. കോളേജിനും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന, പഠനത്തിനും ഉപരിപഠനത്തിനും ഉപജീവനത്തിനും വേണ്ടി പ്രയത്നിക്കുന്ന നമ്മുടെ കുഞ്ഞുകുട്ടികൾ എല്ലാവരും ശ്രദ്ധിക്കണം. യുവതി യുവാക്കന്മാരെല്ലാവരും ശ്രദ്ധിക്കണം. ഈ കേരളം വിട്ട് അല്ലെങ്കിൽ തമിഴ്നാട് വിട്ട് മറ്റുതര മേഖലകളിലേക്ക്, ഇന്ത്യയുടെ കോസ്മോപൊളിറ്റൻ സിറ്റികളിലേക്കോ അയൽ രാജ്യങ്ങളിലൊക്കെ ചേക്കേറാൻ ശ്രമിക്കുന്ന നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. എവിടെയും പൊക്കോ, കുഴപ്പമില്ല. പക്ഷേ എവിടെ പോയാലും നിങ്ങളുടെ ശരീരം ലോകത്തോട് അനുരൂപമാക്കരുത്. ലോകത്തിന്റെ തിന്മകളോട് ഏകീഭവിക്കരുത്. നിങ്ങളുടെ വാട്സപ്പ്, യൂട്യൂബ്, ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം ഒന്നും തന്നെ ലോകത്തോട് ഏകീഭവിക്കുന്നതാകരുത്. നിങ്ങൾ കഴിക്കുന്നത്, കുടിക്കുന്നത്, മുട്ടുന്നത്, തട്ടുന്നത്, ഗെറ്റ് ടുഗദറുകളെല്ലാം തന്നെ ദൈവത്തിന് പ്രസാദമാകണം. അത്യുന്നതനായ ദൈവം വസിക്കേണ്ട മന്ദിരമാണ് ഈ ശരീരം എന്നുള്ള വസ്തുത മനസ്സിലാക്കാതെ പോകരുത്. ഏത് സാഹചര്യത്തിലും രാത്രിയിലോ പകലോ മാംസം ഉലഞ്ഞു പോകരുത്, മാംസം ഇടറിപ്പോകരുത്. ഭർത്താവിന് വേണ്ടി മാത്രമുള്ളൊരു ശരീരം, കർത്താവിന് വേണ്ടി മാത്രമുള്ള ശരീരം 1, 2 ഭർത്താവിന് വേണ്ടി മാത്രം, 3 ഭാര്യയ്ക്ക് വേണ്ടി മാത്രമുള്ള ശരീരം. ഇത് അന്യഥാ ഉപയോഗിക്കാൻ പാടില്ല. ഇത് ആലയമായതുകൊണ്ട് മദ്യമോ പുകവലിയോ ലഹരി പദാർത്ഥങ്ങളോ മറ്റു ദോഷങ്ങളായ യാതൊന്നും ഇതിലേക്ക് പറഞ്ഞു വിടാൻ ഇടയാകരുത്. വേറെ ഒന്നുമായിട്ട് ഇത് ഏകീഭവിക്കാൻ പാടില്ല. അന്യ ദൈവങ്ങളുടെ മുമ്പിൽ പ്രണമിക്കരുത്. നിങ്ങളുടെ കീശയിലെ കാശ് അന്യ ദൈവങ്ങൾക്ക് സ്തോത്രകാഴ്ച അർപ്പണം ചെയ്യരുത്. ഉദ്ദിഷ്ടകാര്യ ലബ്ധിക്ക് വേണ്ടി ഒരു ഭൂതപ്രേത പിശാചിന്റെയും പുറകെ പോകരുത്. യാതൊരു വിധത്തിലുള്ളതായിരിക്കുന്ന അനാത്മികതയുടെ നിലവാരത്തിലേക്ക് പോകാതിരിക്കുന്നതാണ് ലോകത്തോട് ഏകീഭവിക്കരുതെന്ന് പറയുന്നത്. ലോകമെന്ന് പറയുന്നത് ഈ കുന്നും മലയും താഴ്വരയും പുഴയും സമുദ്രവുമുള്ള പ്രപഞ്ചത്തെ അല്ല ഉദ്ദേശിക്കുക. ലോകമെന്ന വാക്യത്തിൽ ഉദ്ദേശിക്കുന്നത് റോമർ 12:2 വാക്യത്തിലെ ലോകം, 1 യോഹന്നാൻ 2:17 ലോകം, യാക്കോബ് 1:27 ലോകം, യാക്കോബ് 4:4 ലോകം എന്ന ഈ വാക്യങ്ങളുണ്ടല്ലോ. 1 യോഹന്നാൻ 5:4 ലോകം എന്ന ഈ ലോകം എന്ന പദം ഉദ്ദേശിക്കുന്നത് ഈ ഭൂമി എന്നർത്ഥമല്ല, പ്രപഞ്ചം എന്നർത്ഥമല്ല, വേൾഡ് എന്നാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം. പക്ഷേ അതിന് പ്രത്യേകമായ അർത്ഥമുണ്ട്. ദ സൈറ്റാനിക് സിസ്റ്റം, സാത്താന്യ വ്യവസ്ഥിതി. സാത്താന്യ വ്യവസ്ഥിതിയിൽ ആഡംബരമുണ്ട്, ആർഭാടമുണ്ട്, ആഘോഷങ്ങളുണ്ട്, വ്യഭിചാരമുണ്ട്, ആഭിചാരമുണ്ട്, മറ്റു ചില ദുശീല ദുർഗുണങ്ങളെല്ലാം ഉണ്ട്, പരസംഗമുണ്ട്. മനസ്സിലായോ? ഭോഗാലസ ജീവിതത്തിലേക്ക് ശരീരത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ആമോദിക്കുന്ന, ആനന്ദിക്കുന്ന, ആഹ്ലാദിക്കുന്ന, ആഘോഷിക്കുന്ന സകല ഏർപ്പാടുകളുമുണ്ട്. മദ്യത്തിന്റെ പ്രചോദനങ്ങളുണ്ട്. മനസ്സിലായി?
ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ സകല തരംഗങ്ങളുമുണ്ട് ലോകത്തിൽ. ഈ ദേശാതെ തൻ്റെ ജീവിതത്തെ കാത്തുകൊള്ളുന്നവനെ ചേർക്കാൻ കർത്താവ് വരുന്നത്. ബോധ്യമായവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. അങ്ങനെയുള്ളവരെ മാത്രം ചേർക്കുക. അങ്ങനെയുള്ളവരെ ഈ മാനസാന്തരപ്പെട്ടവരെന്ന് പറയും. മാനസാന്തരപ്പെട്ട് തൻ്റെ വരവിന് വേണ്ടി കാത്തു നിൽക്കുന്ന മുഴുവൻ വിശുദ്ധ ഗണങ്ങളെ ചേർക്കാനാണ് കർത്താവ് വരുന്നത്. ഹല്ലേലൂയ. ബോധ്യമായവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അത് മാത്രമല്ല, മാനസാന്തരപ്പെട്ട മാത്രം പോരാ, കർത്താവിനോട് ചേരണം. കർത്താവിനോട് ചേരുക എന്ന് പറയുന്നത് സ്നാനത്താലാണ്. റോമാലേഖനം 6-ാം അധ്യായം 3-ാമത് വാക്യം, ഗലാത്യലേഖനം 3:27 വാക്യം. കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ എന്തോ ചെയ്തിരിക്കുന്നു പറഞ്ഞേ. കർത്താവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. ക്രിസ്തുവിനെ ധരിക്കാത്തവരെ കൊണ്ടുപോകാനല്ല കർത്താവ് വരുന്നത്. സ്നാനം എങ്ങനെങ്കിലും ഏറ്റാ പോരാ. സ്നാനം എങ്ങനെങ്കിലും ചെയ്താ പോരാ. അതിന്റെ ഉദാത്തവും ഉത്തമവും ഉന്നതവും ഉത്കൃഷ്ടവുമായ മാതൃക കർത്താവ് കാണിച്ച മാതൃകയാണ്. കർത്താവ് കാണിച്ച മാതൃകയാണ്. സ്നാനപ്പെടാത്ത ഒറ്റ വ്യക്തിയുടെയും ശരീരം പുനരുദ്ധാനത്തിൽ എടുത്തുകൊള്ളപ്പെടത്തില്ല. പുനരാഗമനത്തിൽ പുനരുദ്ധാനം പ്രാപിക്കയില്ല. അതിന്റെ വാക്യമുണ്ടോ? ഉണ്ട്. സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്നാ ഉദ്ദേശി സ്വർഗത്തിൽ പോകുകയല്ലേ എന്നൊക്കെ ആക്ഷേപമായിട്ട് ചോദിക്കാറുണ്ട്. പോകത്തില്ലെന്ന് തന്നെയാണ് വേദോസം പറയുന്നത്. ഏതെങ്കിലും പൊത്തുവരുത്തത്തിലൂടെ കോംപ്രമൈസ് ആയിട്ട് ചിലർ അതിനെ ലളിതമായി പറഞ്ഞെന്നിരിക്കുക. വേദപുസ്തകത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നാട്ടുകാരോട് പറയാനുള്ളത്, ക്രിസ്തു കാണിച്ച മാതൃക പ്രകാരം ഒരുവൻ സ്നാനമേൽക്കുന്നില്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ യേശുവിന്റെ മരണയടക്ക പുനരുദ്ധാനത്തോട് ഏകീഭവിക്കുന്ന സ്നാനമെന്ന കർമ്മം മൊഴികൾ സ്നാനമായി ചെയ്യുന്നില്ലെങ്കിൽ, പാപജടത്തെ വെള്ളത്തിൽ അടക്കം ചെയ്ത് ജീവന്റെ പുതുക്കത്തിലേക്ക് ശരീരത്തെ ഉയർത്തിക്കൊണ്ടുവരുന്ന കർമ്മം അതിന്റെ തനിമയോടെ ചെയ്യുന്നില്ലാത്ത ഒരൊറ്റ വ്യക്തിയുടെയും ഖബറിടം പുനരാഗമനത്തിൽ തുറക്കപ്പെടത്തില്ല. അതിന്റെ വാക്യമേത്? റോമാലേഖനം 6-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം നോക്കിക്കേ. അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ, കണ്ടോ, അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോട് നിങ്ങൾ ഏകീഭവിച്ചവരായെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തിന്റെ സാദൃശ്യത്തോടും ഏകീഭവിക്കും. എന്ന് പറഞ്ഞാൽ യേശു പുനരുദ്ധാനം ചെയ്തതുപോലെ നിങ്ങൾ പുനരുദ്ധാനം പ്രാപിക്കണമെങ്കിൽ ആദ്യം അവന്റെ മരണത്തിന്റെ സാദൃശ്യത്തോടെ ഏകീഭവിക്കണം. മരണത്തിന്റെ സാദൃശ്യത്തോടുള്ള ഏകീഭാവം എന്ന് പറഞ്ഞാൽ വെള്ളത്തിലേക്ക് ഭക്തിയോടെ, ഭയത്തോടെ, ഉപദേശബോധത്തോടെ ഇറങ്ങണം. പ്രാർത്ഥന മന്ത്രണങ്ങളോടെ അരയ്ക്കൊപ്പം വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്ന ഒരു ദൈവദാസന്റെ അരികിലേക്ക് ഇറങ്ങി ചെല്ലണം ആണും പെണ്ണും. മനസ്സിലായോ? എന്നിട്ട് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായി മറുപടി പറയണം. ഉവ്വ് ഉവ്വ് ഉവ്വ്, അതെ 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 എന്ന് പറയണം. മറുപടി പറയണം. ചോദിക്കുന്ന ചോദ്യങ്ങളൊന്നും പറയാൻ നേരമില്ല. അങ്ങനെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉവ്വ് ഉവ്വ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയിലോട്ട് കൈവച്ച് അദ്ദേഹം നന്നായിട്ടൊരു പ്രാർത്ഥന നടത്തിയിട്ട് ഇങ്ങനെ പ്രഖ്യാപനം ചെയ്യും. കുളക്കരയിൽ കൂടി നിൽക്കുന്ന ജനാവലി കേൾക്കെ തന്നെ അദ്ദേഹം പറയും, നിന്റെ വാമൊഴിയിൻ പ്രകാരവും വിശുദ്ധ തിരുവെഴുത്തുകളിൻ പ്രകാരവും ഞാൻ നിന്നെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജലത്തിൽ മുഴുകൽ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിച്ചൊരു മുക്കുന്നത് വാശി തീർക്കാനല്ല. വാശി തീർക്കാനാണെങ്കിൽ മുക്കി വെച്ചുകൊണ്ടിരുന്നാൽ മതിയല്ലോ, പൊക്കണ്ടല്ലോ. വാശി തീർക്കാനല്ല, അടക്കത്തിന്റെ രൂപത്തോടെ ഏകീഭവിക്കാൻ. മൃതശരീരത്തെ അടക്കുന്നത് കുഴിക്കകത്തോട്ട് കൊണ്ടുവച്ചിട്ട് 5-6 പിടി മണ്ണ് ഉപ്പാപ്പനും കൊച്ചപ്പനും മച്ചാനും മച്ചമ്പി മൈനിയും വാരിയിട്ടിട്ട് പോകുന്നതല്ല അടക്കം. ആണോ? അങ്ങനെ എവിടെയെങ്കിലും അടക്കിയിട്ടുണ്ടോ? എവിടെയെങ്കിലും പെട്ടി തെളിഞ്ഞിരിപ്പുണ്ടോ? അയ്യോ മൊത്തത്തിൽ മൂടല്ലേ, കൂടെ കൂടെ വന്ന് കാണാനാന്നും പറഞ്ഞ് എവിടെയെങ്കിലും അച്ചായൻ്റെ മുഖം അങ്ങനെ തെളിഞ്ഞു വെച്ചിട്ടുണ്ടോ? 5-6 പിടി മണ്ണ് വാരി ഇട്ടിട്ട് എവിടെ അടക്കം നടത്തിയത്? അങ്ങനെയൊന്നും അടക്കമില്ല. പാപത്തിൽ മരിച്ച വ്യക്തിയുടെ മൃതശരീരത്തെ അടക്കത്തിന്റെ രൂപത്തോടെ ഏകീഭവിക്കാൻ അണിവരൽ പോലും പുറത്ത് കാണാത്ത വിധം, മുടിനാരഴ പോലും പുറത്ത് കാണാത്ത വിധം വെള്ളത്തിലേക്ക് ഞങ്ങൾ പിടിച്ച് മൂക്കുന്നത്. പക്ഷെ യേശു അടക്കപ്പെടുക മാത്രമല്ല ഉയർക്കുകയും കൂടെ ചെയ്തത് കൊണ്ടാണ് പിടിച്ച് പോക്കുന്നത്. മനസ്സിലായോ? അടക്കത്തിന്റെയും ഉയർപ്പിന്റെയും രൂപത്തോടെ ഏകീഭവിക്കാത്ത ഒരൊറ്റ സ്നാനവും ബൈബിളീകമല്ല. എത്ര പേർക്ക് മനസ്സിലായി? ദാവീദും ഗോലിയാത്ത് ഏലിയാവിനെയും കേട്ട് ഗ്ലോറി പറഞ്ഞിട്ട് പോകാനാണോ ഇന്ന് രാത്രി വന്നേ? ഉപദേശം കേട്ടിട്ട് പോകണം. കർത്താവിൻ്റെ വരവിൽ എടുത്തുകൊള്ളപ്പെടുവോ ഇല്ലയോ എന്നുള്ള കാര്യം. 1, ലോകത്തോടെ ഏകീഭവിക്കാതെ ജീവിക്കണം. 2, യേശുവിൻ്റെ മരണയടക്കത്തോടെ ഏകീഭവിക്കണം. അങ്ങനെ ഏകീഭവിക്കുന്നവർ ആരാകുമെന്നറിയാമോ? 1 കൊരിന്ത്യർ 6:17 വാക്യം. ഈ വാക്യങ്ങളൊന്നും മറക്കരുത്. 6:3, 6:5, ഗലാത്യർ 3:27. അടുത്ത വാക്യം ഇപ്പോൾ പറഞ്ഞത് 1 കൊരിന്ത്യർ 6:17. 1 കൊരിന്ത്യർ 6:17 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏക ആത്മാവാകുന്നു. കണ്ടില്ലേ വാക്യം? 1 കൊരിന്ത്യർ 6:17 വാക്യം. കർത്താവിനോട് പറ്റിച്ചേരുന്ന ഏവനും അവനുമായിട്ട് എന്തുവാകുന്നു? ആരും മിണ്ടുന്നില്ല. അങ്ങനെ വാക്യം ഇല്ലേ?
ഏക ആത്മാവാകുന്നു. ശ്രദ്ധിച്ചോണം, ദേശം ധാന്യമോട് മൊത്തം കേട്ടോണം. ഇവിടെയുള്ള ക്രൈസ്തവ ജനത എങ്കിലും ഇതിനെ ഏറ്റെടുക്കണം. കർത്താവിനോട് പറ്റിച്ചേരണം. പറ്റിച്ചേരുന്ന സ്നാനത്താലാണ്. കർത്താവ് വെള്ളത്തിൽ മുങ്ങി പൊങ്ങി സ്നാനമേറ്റ പോലെ സ്നാനമേൽക്കുമ്പോഴാണ് കർത്താവിനോട് പറ്റിച്ചേരുന്നത്. കർത്താവിനോട് പറ്റിച്ചേരുന്നവർ കർത്താവുമായിട്ട് എന്തോ ആകുന്നു? ഏക, എനിക്ക് ആ പദമാ വേണ്ടുന്നേ, ഏക എല്ലാവരോടൊന്ന് പറഞ്ഞേ, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ കർത്താവുമായിട്ട് എന്തോ ആകുന്നു? ഏകയാത്മാവാകുന്നു. ആ വാക്യം ഞാൻ പിന്നെ ചോദിച്ചതിന്റെ കാരണം അതിന്റെ തത്വം മനസ്സിലാക്കണം. അത് മനസ്സിലാക്കണമെങ്കിൽ ഉൽപ്പത്തി 2:24 പഠിച്ചെങ്കിലേ പറ്റുള്ളൂ. ഉൽപ്പത്തി 2:24 പറയുന്നത് പുരുഷൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി മാറും. ഇരുവരും ഒരു ദേഹമായി മാറും. സ്ത്രീയോട് പറ്റിച്ചേരുന്ന പുരുഷനും പുരുഷനോട് പറ്റിച്ചേരുന്ന സ്ത്രീയും ഒരു ദേഹമേ ആകുന്നുള്ളൂ, ഏകാത്മാവാകുന്നില്ല. അതുകൊണ്ടാണ് വിവാഹ ശുശ്രൂഷയിൽ ദൈവദാസന്മാർ പറയുന്നത് മരണം നമ്മെ വേർപിരിക്കുന്ന ആൾ വരെ. അപ്പൊ ദാമ്പത്യ ബന്ധം എന്നുവരെയാ? മരണം വേർപിരിക്കുന്ന ആൾ വരെ. അച്ഛാ, മരണം വേർപിരിക്കുന്ന ആൾ വരെയെങ്കിൽ ഇത് കൊണ്ടുപോകണേ. ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞിട്ട് മാറരുത്. കുടുംബ കോടതിയിലെ തിണ്ണയിലെ തൂണും ചാരി നിൽക്കരുത്. ഗതികേട് അതൊക്കെ. വിശ്വാസിക്കൊന്നും അത് പറഞ്ഞിട്ടില്ല. ഇടയ്ക്ക് അതും കൂടെ ഞാൻ കൂട്ടിച്ചേർക്കുകയാണ്. നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ ഒന്ന് കുടുംബ കോടതിയിൽ ഫയൽ ചെയ്തിട്ട് തമ്മിൽ പിരിയാനൊന്നും നിൽക്കരുത്. പറഞ്ഞത് മരണം നമ്മെ വേർപിരിക്കുന്ന ആൾ വരെ. മനസ്സിലായില്ലേ? അപ്പൊ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ഒന്നായി ചേർന്നു. പക്ഷെ ചേർന്നപ്പോഴും രണ്ടുപേരും ഒരാത്മാവായില്ല. എൻ്റെ കരള, എൻ്റെ ഹൃദയമാന്നൊക്കെ പറയും, എൻ്റെ ആത്മാവ്, എൻ്റെ പ്രാണനാന്നൊക്കെ പറയും അങ്ങോട്ടും ഇങ്ങോട്ടും. പക്ഷെ മരണം കൊണ്ട് തമ്മിൽ എന്തോ ചെയ്യും? വേർപിരിയും. മരണം കൊണ്ട് ഈ ദേഹമാകുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വേർപിരിയുന്നത്. ഈ മരണത്താൽ വേർപിരിഞ്ഞ ദേഹത്തെ പിന്നെ എന്തിനു കൊള്ളാന്ന് പറ? മരണത്താൽ വേർപിരിഞ്ഞ ദേഹത്തെ പിന്നെ എന്തിനു കൊള്ളാം? കൊണ്ട് കുഴിച്ചിടാൻ കൊള്ളാം. മണ്ണിന് കൊടുക്കാൻ പറ്റും, പുഴുവിന് കൊടുക്കാൻ പറ്റും, അല്ലാതെ വെച്ചോണ്ടിരിക്കാൻ പറ്റുമോ? അച്ഛാ അതിനെ കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞ് നിലവിളിയും ബഹളവും ഒക്കെയാണ്. ശുശ്രൂഷയെല്ലാം കഴിഞ്ഞ് വേണ്ടപ്പെട്ടവർ വന്ന് ഇനിയിപ്പോൾ മൃതശരീരം നമ്മൾ സെമിത്തേരിയിലേക്ക് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ വീണ് കിടന്ന ഒരു അലമുറ, ഒരു കരച്ചിലും, കൊണ്ടുപോകല്ലേ എന്നൊക്കെ പറഞ്ഞൊരു ബഹളം. അപ്പോൾ എടുത്തുകൊണ്ട് പോകാൻ വന്നിട്ട് എന്നാൽ കൊണ്ടുപോകുന്നില്ല, ഇവിടെ വെച്ചേക്കുക എന്ന് പറഞ്ഞാൽ അന്നേരം അറിയാം വിവരം. മനസ്സിലായില്ലേ? അയ്യോ, ഞാൻ അങ്ങനെ ഒരു നാട്ടു നടപ്പ് അനുസരിച്ച് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ, നിങ്ങൾ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് നമ്മുടെ കാല് പിടിക്കും. പിന്നെ അപ്പോൾ ഈ ദേഹം ജീവൻ പോയി കഴിഞ്ഞാൽ പിന്നെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റത്തില്ല, അലമാരി വെക്കാൻ പറ്റത്തില്ല, എന്നും മോർച്ചറി വെക്കാൻ പറ്റത്തില്ല. ദേഹം ജീവൻ പോയാൽ കുഴിച്ചിടാനേ പറ്റുള്ളൂ. അത് മനസ്സിലായോ എല്ലാവർക്കും? ഭാര്യയോട് പറ്റിച്ചേർന്ന ദേഹവും ഭർത്താവിനോട് പറ്റിച്ചേർന്ന ദേഹവും മരണം വരെ മാത്രമേ ഒന്നിച്ചു പോകൂ. പക്ഷേ സ്നാനത്താൽ ക്രിസ്തുവിനോട് പറ്റിച്ചേർന്നവൻ ക്രിസ്തുവുമായി ഏക ആത്മാവായി. ആ ആത്മാവിൻ്റെ പ്രത്യേകം, ആത്മാവിന് മരണമില്ല. അറിയാമോ? ആത്മാവിന് മരണമില്ല. ദേഹം മരിച്ചാലും സ്നാനപ്പെട്ടവന്റെ ആത്മാവ് ക്രിസ്തുവെന്ന ആത്മാവുമായി സമന്വയിക്കപ്പെട്ടതുകൊണ്ട് ആ ആത്മാവിന് ആത്മമണ്ഡലത്തിലേക്ക് പ്രവേശനമുണ്ട്. അതുകൊണ്ട് കൊരിന്ത്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ഈ മാംസരക്തങ്ങൾ സ്വർഗരാജ്യം എന്തോ ചെയ്യത്തില്ല, അവകാശമാക്കത്തില്ല. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞ തത്വം? എത്ര പേർക്ക് മനസ്സിലായി? ഓൺലൈനുള്ളവർക്കും മനസ്സിലായി എന്ന് കരുതുകയാ. സ്നാനപ്പെടേണ്ടതുപോലെ സ്നാനപ്പെടാതെ കർത്താവിന്റെ വരവിൽ പറന്നിടുമേ ഞാനും എന്നൊക്കെ പാടിക്കൊണ്ട് നടന്ന പറക്കത്തുമില്ല. ഇവിടെ കിടന്ന് നീ കുരുങ്ങിപ്പോകത്തേ ഉള്ളൂ, കൈവിടപ്പെട്ടു പോകും. അതുകൊണ്ട് മാനസാന്തരം ഒരു പ്രധാന സംഗതി, സ്നാനം രണ്ടാമത്തെ സംഗതി. അതില് ക്രിസ്തുവിന്റെ ആത്മാവ്, ക്രിസ്തു ആത്മാവാണ്. ആ ആത്മാവിനോട് പറ്റിച്ചേരണം സ്നാനത്താൽ. അതിന് കർത്താവ് കൃപ ചെയ്യട്ടെ. ആത്മനിറവ് പ്രാപിച്ച് വിശുദ്ധിയുടെ ഉപദേശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ നിൽക്കണം. വേദപുസ്തകത്തിന്റെ സമസ്ത ഉപദേശ സത്യങ്ങളും അതിന്റെ തനിമയോടെ ഏറ്റെടുത്തുകൊണ്ട് ശരീരത്തിൽ ദോഷം വരാതെ ആത്മാവിൽ യാതൊരു വിധത്തിലുള്ള കൺമഷവുമില്ല. 3 കാര്യങ്ങൾ പറഞ്ഞ് ശ്രദ്ധിച്ചേ. ആത്മാവിൽ കൺമഷമുണ്ടാകരുത്. 2 കൊരിന്ത്യർ 7:1 ജഡത്തിൽ അശുദ്ധ വികാര വിക്ഷോഭങ്ങൾ ഉണ്ടാകരുത്. ഉണ്ടായാൽ തന്നെ അതിനെ അമർച്ച ചെയ്യണം. ക്രിസ്തുവിനുള്ള അനുസരണ ഹേതുവായിട്ട് അതിനെ പിടിച്ചടക്കണം. 2 കൊരിന്ത്യർ 10:4-5 അടുത്തത്, ജഡത്തിൽ അന്ധകാരത്തിന്റെ അംശം ഒട്ടും ഉണ്ടാകരുത്. ലൂക്കോസ് 11:36. ഈ വാക്യങ്ങളൊക്കെ ഓൺലൈൻ പിന്നെയും ഈ മെസ്സേജ് കേട്ട് നിങ്ങൾ കുറിച്ചെടുത്തുകൊള്ളണം. അപ്പൊ ആത്മാവ് കൺമഷമില്ലാത്തത്, ദേഹി അശുദ്ധ വിചാരങ്ങളില്ലാത്തത്, ദേഹം അന്ധകാരമില്ലാത്തത്. അങ്ങനെ ആത്മാവ്, ദേഹി, ദേഹം എന്ന് പറയുന്ന ത്രിവിധ ഘടകങ്ങളെ ഒരുമിച്ച് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവെന്ന ദൈവിക തൃത്വത്തോട് ആന്തരിക രമ്യതയോടെ സൂക്ഷിക്കുന്നവനെ കൊണ്ടുപോകാനാണ് കർത്താവ് വരുന്നത്. ബോധ്യമായവർ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, വേദനകൾ, ആക്ഷേപങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നാം ചേക്കേറാൻ സമയമെടുക്കുന്നു.